ശോഭാ സുരേന്ദ്രൻ കാത്തിരുന്ന ആ ദിനം വന്നെത്തി. പാർട്ടിയിൽ സുരേന്ദ്രൻ ഉൾപ്പെടെ കാലുവാരിയിട്ടും അവഗണിച്ചപ്പോഴും ശോഭ തളർന്നില്ല. തിരിച്ചടിക്കാൻ അവസരം നോക്കിയിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ CPM-നെ അടിച്ച് നിലം പരിശാക്കി കയ്യിൽ കൊടുത്തു. CPM-ന് മാത്രം പണി കൊടുത്തതല്ല, പാർട്ടിയിൽ തന്നെ ഒതുക്കിയവർക്കെല്ലാം കൂടി കൊടുത്ത പണിയാണ്. നിശബ്ദമായിരുന്നുകൊണ്ട് വമ്പൻ കളി കളിക്കുകയായിരുന്നു അവർ. ആലപ്പുഴയിൽ ശോഭയുണ്ടാക്കിയ ലീഡ് കേന്ദ്ര നേതാക്കളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ വമ്പൻ സർപ്രൈസ്, ശോഭയെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നു നേതൃത്വം. തൊട്ടടുത്ത നിമിഷം ഡൽഹിയിൽ പറന്നിറങ്ങുകയും ചെയ്തു ശോഭ. ഇതോടെ കിളിപോയത് കെ സുരേന്ദ്രന്. കേരളത്തിലെ BJP നേതാക്കളിലങ്ങ് കേന്ദ്രത്തിൽ ചർച്ച മുഴുവൻ ശോഭയെക്കുറിച്ച്. സുരേന്ദ്രപക്ഷത്തിന് ഏത് ക്ഷീണമുണ്ടാക്കുന്നു. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ശോഭ എത്തുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിർണായക പദവി നൽകാനും സാധ്യതയുണ്ട്. സ്മൃതി ഇറാനിയുടെ പദവി നൽകാനോ അതിന് തത്തുല്യമായ പദവി നൽകി അവിടെ അവരോധിക്കാനോ അതിന് സാധ്യതയുണ്ട്. അതിന് ശോഭാ സുരേന്ദ്രനെ നോമിനേറ്റ് ചെയ്യുന്നത് സാക്ഷാൽ അമിത്ഷായാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കാലാവധി നിലവിൽ പൂർത്തിയായ സാഹചര്യത്തിലാണ് ശോഭയെ വിളിപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ മത്സരിച്ച് 3 ലക്ഷത്തിനടുത്ത് വോട്ട് ശോഭ നേടിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയേറ്റതിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ സംഘടനാ തലത്തിൽ BJP അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ ശോഭയെ സംസ്ഥാന അധ്യക്ഷയാക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. അങ്ങനെ വന്നാൽ അത് സുരേന്ദ്രപക്ഷത്തിന് കനത്ത തിരിച്ചടി. ആലപ്പുഴയിൽ 63,513 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ KC വേണുഗോപാൽ ജയിച്ചിരുന്നുവെങ്കിലും മികച്ച പ്രകടനമായിരുന്നു ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. 2,99,648 വോട്ടായിരുന്നു ശോഭയ്ക്ക് ലഭിച്ചത്. 2019 BJP സ്ഥാനാർത്ഥി നേടിയ 1,87,729 വോട്ടിൽ നിന്നാണ് 2,99,648 വോട്ടിലേക്ക് എത്തിക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞത്. എന്നും ഏൽപ്പിച്ച ജോലികൾ ഭംഗിയായി ചെയ്യുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വീതം കുത്തനെ ഉയർത്തുന്ന പതിവ് ഇത്തവണയും ആലപ്പുഴയിലും ആവർത്തിച്ചു. SNDP വോട്ടുകളും സ്ത്രീ വോട്ടുകളും സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ചുളുവിൽ രാഷ്ട്രീയക്കാരിയായതല്ല, എല്ലാം പൊരുതി നേടിയ നേട്ടങ്ങളാണ്. ഗ്രൂപ്പുകളുടെ പിന്തുണയില്ലാത്തതിനാൽ ഏവരാലും ഒതുക്കപ്പെട്ട BJPയുടെ വനിതാ നേതാവിന് എല്ലായ്പ്പോഴും അംഗീകാരം കിട്ടുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നാണ്. കഞ്ഞി മാത്രം കുടിച്ച് അരവയർ നിറയ്ക്കുന്ന കുട്ടിക്കാലം. പ്രാരാബ്ധങ്ങളോട് പടപൊരുതിയായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ കുട്ടിക്കാലം. അച്ഛൻ മരിച്ചതോടെ 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ ദുരിതം പുതിയ തലത്തിലെത്തി. ഇതിനിടയിലും പഠനത്തിലും സാമൂഹിക പ്രവർത്തനത്തിലുമെല്ലാം സജീവമായി. ബാലഗോകുലത്തിലൂടെ RSSലെത്തി BJPയിലേക്ക്. രാവിലെ കുടിക്കുന്ന അര ഗ്ലാസ് കഞ്ഞിയാണ് ഇന്നും ശോഭയുടെ കരുത്ത്. ഏത് പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ആത്മവിശ്വാസമാണ് ശോഭയുടെ കരുത്ത്. പഠിക്കുമ്പോൾ വക്കീലാകാനായിരുന്നു ശോഭയുടെ ആഗ്രഹം. വടക്കാഞ്ചേരിയിൽ കൃഷി ഉപജീവനമാക്കിയ കുടുംബത്തിലെ ഇളയ കുട്ടിയായിട്ടാണ് ശോഭയുടെ ജനനം. 8ൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. 6 മക്കൾ അമ്മ കല്യാണിയുടെ ചുമതലയായി. പ്രതിസന്ധികളെ ചങ്കൂറ്റത്തോടെ നേരിട്ട അമ്മയാണ് ശോഭയ്ക്ക് ഇന്നും എന്നും റോൾ മോഡൽ. 2014 തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിച്ച് 2ാം സ്ഥാനം നേടിയ മികവുമായാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ എത്തിയത്. അതും മികച്ച വോട്ടുയർത്തലിലേക്ക് കാര്യങ്ങളിൽ എത്തിച്ചു. പിന്നീട് സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പും അവഗണിച്ച് കഴക്കൂട്ടത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തി. ഒടുവിൽ 2024 ആലപ്പുഴയിലും. എന്തായാലും മിന്നുന്ന പ്രകടനം.